ചാലക്കുടിയിൽ ദേശീയപാത വികസനത്തിനിടയിൽ നിർമ്മിച്ച അശാസ്ത്രീയ കാനകൾ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. മുരിങ്ങൂർ കോട്ടമുറി പ്രദേശത്ത് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നതോടെ നാട്ടുകാർ ദുരിതത്തിലാണ്. സ്ഥിരപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവും ഉയർത്തുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാനകളിലെ അശാസ്ത്രീയത മുരിങ്ങൂർ കോട്ടമുറി പ്രദേശത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിൽ അടിപ്പാതയുടെ കവാടവും സർവീസ് റോഡും വെള്ളത്തിനടിയിലായി. ഇതോടെ പ്രദേശത്തെ മഴവെള്ളം നിയന്ത്രണം വിട്ട് സമീപത്തെ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യവും ഉണ്ടായി. മുരിങ്ങൂർ മുതൽ കോട്ടമുറി വരെയുള്ള 12 കുടുംബങ്ങളാണ് നിലവിൽ വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ കഴിയുന്നത്. ചെമ്പകശ്ശേരി, പുരുഷോത്തമൻ, ഹരിദാസ് എന്നിവരുടെ വീടുകളിലേക്കും വെള്ളം കയറിയതോടെ കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ രാത്രി മുഴുവൻ ഭീതിയിലായിരുന്നു. ചെറിയ മഴയിൽ പോലും പ്രദേശം വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ വരാനിരിക്കുന്ന ശക്തമായ കാലവർഷം വലിയ ആശങ്ക ഉയർത്തുകയാണ്. ഭൂമിയുടെ സ്വാഭാവിക ചരിവും ജലനിരപ്പും കണക്കിലെടുക്കാതെ കാനകൾ നിർമ്മിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാകാതെ ജനവാസ മേഖലയിലേക്കാണ് വെള്ളം തിരിയുന്നതെന്നും അവർ പറയുന്നു. ദേശീയപാത വികസനത്തിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും കാര്യമായ പരിഹാര നടപടികൾ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പല സ്ഥലങ്ങളിലും പരിചയസമ്പന്നരായ എഞ്ചിനീയർമാരുടെയോ സൂപ്പർവൈസർമാരുടെയോ സാന്നിധ്യമില്ലെന്ന പരാതിയും നാട്ടുകാർ ഉയർത്തുന്നു. മുൻപ് നടന്ന കാലവർഷത്തിലും സമാനമായ വെള്ളക്കെട്ടുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരപരിഹാരമൊന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. പ്രശ്നം രൂക്ഷമായപ്പോൾ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗങ്ങൾ ചേർന്നെങ്കിലും അവ പ്രായോഗിക പരിഹാരത്തിലേക്ക് എത്തുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വിഷയം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് മേലൂർ പഞ്ചായത്ത് അംഗം AD സജി മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, ചാലക്കുടി.